എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കളക്ഷൻ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ നല്ല സൂപ്പർ കളർ ഷെയ്ഡുകളിൽ വന്നിട്ട് വിചിത്ര സിൽക്കിൽ കൊണ്ടുവന്നേക്കുന്ന മെറ്റീരിയൽ ആണ്. ഇത്രയും കളർ ഷെയ്ഡുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഹെവി വർക്കാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് ഇത് നോക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. അപ്പൊ അത് കിട്ടുവാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ചുരിദാർ മെറ്റീരിയൽസിന്റെ സാരീസിന്റെ കളക്ഷൻ ആണ് നമുക്ക് വരുന്നത്. ഇന്ന് നമുക്കുള്ള കൊണ്ടുവന്നേക്കുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന ഇന്നത്തെ ഒപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ വ്യൂസ് കണ്ടിട്ടുള്ള സ്റ്റാറ്റസും കൂടി നോക്കൂട്ടോ. അതായത് നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക. ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് അയച്ചു തരിക കേട്ടോ. അയച്ചു തരാൻ മറന്നു പോകരുത്. ഇട്ടാൽ മാത്രം പോരാ, അയച്ചു തരുക കൂടി വേണം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയലിൽ വന്നേക്കുന്ന കളക്ഷനാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നേക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഒരു ടോപ്പ് ഞാനൊരു 2 വർഷത്തോളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പാണ്. അതിന് ഇന്ന് വരെ ഒരു ഡാമേജും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല വിചിത്ര വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഡാമേജും പ്രശ്നങ്ങളും വരുന്നതല്ല. പിന്നെ ഇന്നത്തെ വർക്ക് ഇത് ഹെവി വർക്കാണ്. ഈ നെക്കിന്റെ പോർഷനിൽ വന്നേക്കുന്നത് ഇത്ര വലിയൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കോൺട്രാസ്റ്റ് ത്രെഡ് വെച്ചിട്ട് ഈ കളറ് ഹെവി വർക്ക് ചെയ്തേക്കുവാണ്. നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ്. മറ്റേ ദുപ്പട്ട തന്നെയാണ്. കാരണം സെയിം വിചിത്ര സിൽക്കിൽ തന്നെയാണ് ദുപ്പട്ട വന്നേക്കുന്നത്. അത് നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ട. അത് 2 വശവും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ടയുടെ 2 വശവും സെയിം കളറിൽ തന്നെ സ്കാലപ്പ് കൊടുത്തിട്ട് നമ്മൾ ഈ നെക്കിൽ വന്നേക്കുന്ന അതേ ഫ്ലവേഴ്സ് തന്നെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കൊടുത്തേക്കോട്ടെ. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ആ കളറിന്റെ കോൺട്രാസ്റ്റ് കളറിന്റെ ആ ഒരു എടുപ്പാണ് കൂടുതൽ നമുക്ക് വരുന്നത്. പിന്നെ ഈ ദുപ്പട്ടയുടെ കണ്ടോ ഈ സൈഡിൽ കുറച്ചൊരു ത്രെഡ് വർക്കോടെ ഹെവി ആയിട്ട് ത്രെഡ് വർക്കോടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഐറ്റാണ്. ഒപ്പം നല്ല ഹെവി ആയിട്ട് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കിന്റെ പോർഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കണ്ടോ. ഇത്ര എന്താ പറയാ, ഇത്രയും ലെങ്ത്തിൽ, അതായത് ഇത്രയും ഒരു വീതിയിൽ ഈ നെക്കിന്റെ പോർഷൻ കവർ ചെയ്തക്ക രീതിയിൽ ഫുള്ള് ഇത്രയും രീതിയിൽ ഈ ഒരു വർക്ക് വന്നേക്കുവാണ്. അത് നല്ല ഭംഗിയുള്ള പീച്ച് കളറും ഗ്രീൻ കളറും അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് ഗോൾഡൻ കളറും ഒക്കെ വന്നിട്ടുള്ള ഒരു ത്രെഡ് കൊണ്ട് അതിന്റെ ഭംഗി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് കളക്ഷൻ വരുന്നത്. നല്ല രസമുള്ള കളക്ഷനാണ് ഇത് വരും. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 699 ആണ് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് അറിയാം, ഇത് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആവുന്നത് 850 ആ ഒരു റേഞ്ചിൽ അവൈലബിൾ ആവുന്ന ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കണേ. 699 മാത്രമാണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ്. ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇത് വരും. ഇതിന് വിചിത്രയുടെ മെറ്റീരിയലും അതുപോലെ തന്നെ ജോർജറ്റും, ഈ 2 മെറ്റീരിയലും അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് എപ്പോഴും നമുക്ക് വരാറ്. അതുകൊണ്ട് തന്നെ എത്ര വണ്ണമുള്ളവർക്കും എത്ര ഹൈറ്റ് ഉള്ളവർക്കും നല്ല ഹൈറ്റ് ആയിരിക്കും കേട്ടോ. ഇത്രയും ഭംഗിയിലാണ് ഇത് വന്നേക്കുന്നത്. ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. കാരണം അത്ര അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു പാർട്ടി വെയർ ഐറ്റം കൊണ്ടുവന്നേക്കുന്നത്. ഇതാണ് ഫസ്റ്റ് കളക്ഷൻ. നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ. ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കുറച്ചുകൂടി ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് നമുക്ക് ഒരു കുറച്ചുകൂടി പിക്കോക്ക് ബ്ലൂവിലേക്ക് വരുന്ന ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. അതിനകത്തേക്ക് ആ കോൺട്രാസ്റ്റ് കളർ അത് തന്നെയാണ് എപ്പോഴും എടുത്ത് പറയേണ്ട കാര്യം. അത് തന്നെയാണ്. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ആ കോൺട്രാസ്റ്റ് കളർ വന്നേക്കുന്നത്. ഒരു പീച്ച് കളറിന്റെ ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് ആ ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത് കണ്ടോ. ഓരോ ഫ്ലവേഴ്സും നല്ല ഭംഗിയിലാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദുപ്പട്ടയും കൂടി ശരിക്കും നല്ലതായിട്ട് ഹെവി ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് ഒരു 699 അടിപൊളിയായിട്ടും തന്നെയാണിത്. നെക്സ്റ്റ് കളർ വരുമ്പോൾ ഇത് വരും. നല്ലൊരു സാധാരണ നമുക്ക് ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വരാറില്ല. സാധാരണ ഈ നെക്കിന്റെ പോർഷനിൽ ചെറുതായിട്ടൊക്കെ വരാറുള്ളൂ. പക്ഷെ ഈ വർക്ക് കണ്ടോ, അതാണ് ഇതിന്റെ ഏറ്റവും ഭംഗിയും എന്താ കളേഴ്സും. എല്ലാ കളേഴ്സും നല്ല രസമുള്ള കളേഴ്സാണ്. ഒരു കളറല്ല വന്നേക്കുന്ന 7 കളറോളം വന്നിട്ടുണ്ട്. 7 കളറും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളറുകൾ, ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും വന്നിട്ടുണ്ട്. നല്ല നല്ല കളേഴ്സ് ആണ് വന്നേക്കുന്നത്. വിചിത്രയ്ക്ക് എപ്പോഴും ഒരു ഗ്ലേസിങ് ഉണ്ടാവും. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഒരു എന്താ പറയാ, നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ്. കാരണം വിചിത്ര ഇടുമ്പോൾ തന്നെ നമുക്കൊരു കംഫോർട്ടാണ്. ജോർജറ്റ് അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ഇടുന്ന പോലൊക്കെ തന്നെ വിചിത്ര ഇടുമ്പോഴും നമുക്കൊരു കംഫോർട്ടാണ്. നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഡ്രസ്സ് കിടക്കുകയും ചെയ്യും. എന്നാൽ ഒരുപാട് അങ്ങനെ വൾഗറായിട്ട് തോന്നത്തില്ല താനും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ആ വിചിത്രയ്ക്ക് എപ്പോഴും ഉണ്ട്. നേരത്തെ ഒക്കെ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നമ്മളിത്. ഇത് നമുക്ക് ഒരുപാട് തവണ ഇപ്പം നമ്മൾ വീഡിയോ ഇട്ടാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി തീരാറുള്ള ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കരുതിയിട്ടുണ്ട്.
അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. ഞാൻ എന്താണ് ഇത്ര ഹാപ്പി ആയിട്ട് നിന്ന് വീഡിയോ എടുക്കണമെന്നല്ല, ഈ വിചിത്ര പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഹാപ്പിനെസ് ആണ്. പർച്ചേസിന് പോയ സമയത്ത് ഇത്തവണ ഈ വിചിത്ര കണ്ടപ്പോൾ തന്നെ നല്ലൊരു എന്താ പറയാ പ്രത്യേക ഒരു സന്തോഷം ഉണ്ടായി. കാരണം ഒരുപാട് നാളായിട്ട് ഈ സെയിം ഐറ്റം നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം തന്നെയാണ്. പക്ഷെ പലതവണ ഇത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും നടന്നില്ലായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ട് പോരും. ഇത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. നല്ല രസമാണ് കേട്ടോ. റാണി പിങ്ക് ഇങ്ങനെ എടുത്ത് നിൽക്കുവാണ് നല്ല രസമായിട്ട്. റെഡ് അല്ല കേട്ടോ, റാണി പിങ്ക് ആണ് ഷെയ്ഡ് കറക്റ്റ്. അപ്പം അതിനകത്തും ഈ സെയിം വർക്ക് തന്നെയാണ്. ആ ഒരു ഗ്രീൻ ഒക്കെ വെച്ചിട്ട് കൊടുത്തേക്കുന്ന ലീഫൊക്കെ കൊടുത്തേക്കുന്നുണ്ടോ, എന്ത് രസമായിട്ടല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ദുപ്പട്ടയില് ഒരു ഫ്ലവേഴ്സിനൊപ്പം തന്നെ സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ ആ ഒരു സൈഡില് ഒരു എക്സ്ട്രാ ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഐറ്റത്തിനുണ്ട്. നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഇത് വരും കേട്ടോ. നെക്സ്റ്റ് കളർ വരുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കളർ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിൽ എല്ലാം നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയുണ്ട്. നല്ല ഭംഗിയായിട്ട്, അതായത് ബ്രൈറ്റ് ആയിട്ട് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് എടുത്ത് നിൽക്കുന്ന കളറുകളാണ് എല്ലാം തന്നെ. നെക്സ്റ്റ് കളർ ഇത് വരും. ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. അത് വർക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ്. ആ ഫ്ലവേഴ്സ് വെച്ചിട്ട് ആ സെയിം കളറിൽ തന്നെ ഫ്ലവേഴ്സ് ദുപ്പട്ടയിലും കൂടെ വന്നേക്കുന്നു. ദുപ്പട്ടയും രണ്ട് വശവും സ്കാലപ്പ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ട. റേറ്റ് വരുന്നത് 699 ആണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ. ഇത് വരും നെക്സ്റ്റ് കളർ. നമുക്ക് അതിനകത്ത് നെക്സ്റ്റ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് വരും. ഈ ലാവണ്ടർ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇത് വരും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ കളർ കണ്ടോ. അതുപോലെ തന്നെ ദുപ്പട്ടയിലും സെയിം വർക്ക്, ഹെവി വർക്ക് കൊടുത്തേക്കുന്നു. ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് വരുന്നുണ്ട്. ഈ സ്കാലപ്പ് ചെയ്തിട്ട് ഒപ്പം തന്നെ സ്കാലപ്പിനൊപ്പം ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ്. ഇത് വരും. എല്ലാം നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ്. അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തോളുക. നെക്സ്റ്റ് കളർ ഇതാണ്. 699 ഉള്ള റേറ്റ്. എല്ലാത്തിനകത്തും ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെയിം കളറിൽ തന്നെയാണ് ബോട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കാത്തത്. പിന്നെ ഞാൻ നല്ല ഭംഗിയുള്ള ഒരു കളർ, ഈ ഒരു കളർ വരും കേട്ടോ. നല്ല രസമുണ്ട് കളർ കാണാനായിട്ട്. ലൈറ്റ് ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഇങ്ങനെ തീവ്രമായിട്ട് എടുത്ത് നിൽക്കുന്ന കളറല്ല, എന്നാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കളർ കൂടിയാണ് ഇത്. സെയിം പാറ്റേൺ തന്നെ സെയിം വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ടയൊക്കെ ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വിചിത്ര സിൽക്ക് തന്നെ പല ക്വാളിറ്റിയിൽ വിചിത്ര സിൽക്ക് നമ്മളിപ്പോൾ ഇറക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇറക്കുന്നതെന്നല്ല, ഓരോ കമ്പനിക്കാരും പല ക്വാളിറ്റിയിലാണ് ഇറക്കുന്നത്. വിചിത്ര സിൽക്കിന്റെ തന്നെ സാരി 490 തൊട്ടുള്ള റേഞ്ചിൽ താഴേക്ക് 350 കിട്ടുന്നുണ്ട്, 290 വരുന്നുണ്ട്, 170 വരെ വിചിത്ര സിൽക്കിന്റെ സാരീസ് വരുന്നുണ്ട്. ആ 170 വരുന്ന വിചിത്ര സിൽക്കിന്റെ സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചിത്ര സിൽക്ക് അല്ല, അത് വരുന്നത് കുമാരി സിൽക്കാണ്. അതിന്റെ ഒരു പാറ്റേൺ ആണെന്ന് മാത്രം. ആ ഒരു ഡിസൈനിൽ ആ ഒരു സ്ട്രൈപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് അത് അങ്ങനെ വരുന്നതേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഒരു കച്ചവടക്കാരനും അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കും അയാൾ മേടിക്കുന്ന തുകയെക്കാളും കുറച്ച് നിങ്ങൾക്ക് ആ സാധനം തരാൻ പറ്റത്തില്ല. അവർ അതിന്റെ ബാക്കിൽ എടുക്കുന്ന എഫോർട്ടിന്റെ ഒരു ചെറിയ കഷ്ടപ്പാടിന്റെ തുക എടുത്തിട്ടേ എന്തായാലും നിങ്ങൾക്ക് ഐറ്റം തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിചാരിക്കരുത് 490 വിചിത്രയും 170 കിട്ടുന്ന വിചിത്രയും സെയിം ആണെന്ന് വിചാരിക്കരുത്. രണ്ടും വ്യത്യാസമാണ്. തുണി വ്യത്യാസം ഉണ്ടായിരിക്കും. അത് രണ്ടും നമ്മൾ മേടിച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. നമ്മളതിന്റെ പുറകിൽ എടുക്കുന്ന ആ ഒരു എഫോർട്ടിന്റെ മൂല്യം മാത്രമേ എടുക്കുന്നുള്ളൂ. അധികമായിട്ട് നമ്മൾ ഒരിക്കലും എടുക്കാറില്ല. അത് നമ്മുടെ ഒരേ റേറ്റ് കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആ ഒരു ഇതിലേ എടുക്കാറുള്ളൂ. അപ്പം നെക്സ്റ്റ് വൺ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്. ഏത് ഏജ് ഉള്ളവർക്കും ഏജ് കുറഞ്ഞവർക്കും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്ന ഒരു കളറാണ്. നെക്സ്റ്റ് കളർ ഇത് വരും. ഈ ഒരു കളർ വരും. ഇപ്പൊ നമ്മൾ കാണിച്ച രണ്ട് കളറും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല കേട്ടോ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ഐറ്റത്തിന് വരുന്നത്. ഈ ഒരു കളർ വരും. നല്ല ഭംഗിയുള്ള മറ്റൊരു കളറാണ് ഇത് വരുന്നത്. ഇങ്ങനെ വരും കേട്ടോ. നല്ല രസമുണ്ട് ആ വർക്ക്. എപ്പോഴും ഞാനത് വീണ്ടും രസമുണ്ടെന്ന് പറയണതല്ല, അത്രയ്ക്ക് ഭംഗിയുള്ളത് കൊണ്ട് തന്നെയാണ് പറയണത്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഈ ഫ്രണ്ട് നെക്കിൽ പോർഷൻ കൊടുത്തേക്കുന്ന വർക്ക്. വിചിത്രയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിചിത്രയിൽ കൊണ്ടുവന്ന മാമ്പഴ മഞ്ഞൊക്കെയുള്ള വരുന്നതുണ്ടല്ലോ, അതൊക്കെ വർക്കുകൾ തന്നെയാണ്. വിചിത്രയിൽ വന്ന വർക്കുകൾ തന്നെയാണ്. പക്ഷെ ഈ ഒരു വർക്കിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കുറേ നമുക്ക് ഓടിയ വർക്ക് തന്നെയാണ് എങ്കിലും പക്ഷെ ഇപ്പോഴും പഴയ നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇപ്പോഴും ഈ ഐറ്റം ഉണ്ടോ എന്ന് വെച്ചിട്ട് ഒത്തിരി പേര് വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത്
വീണ്ടും 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 എടുത്തത്. അന്നേരം വരാത്ത പല കളറുകളും ഇപ്പോഴുണ്ട്. അപ്പൊ നമുക്ക് പല കളറുകളും അന്നേരം അവൈലബിൾ ആയിരുന്നു. ഇപ്പൊ ആ ഒരു പല കളറുകളും കിട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് കിട്ടിയ 6-7 കളറുകളെല്ലാം നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അധികവും നമുക്ക് ഡാർക്ക് ഷെയ്ഡുകളാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം അത്യാവശ്യം പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടം കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡായിട്ട് കുറച്ച് എടുത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിൽ നമ്മൾ ഇച്ചിരി തിളങ്ങി നിൽക്കുന്നതാണല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് കൂടുതലും നമ്മളിവിടെ പാർട്ടി വെയർ ആയിട്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളേഴ്സ് ആണ് ചോദിക്കാറ്. അപ്പൊ അങ്ങനെയുള്ള കളറുകൾ നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് കളർ വരുമ്പോൾ ഇത് വരും. നമ്മുടെ ലാസ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് വരും. അതായത് ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്ന കളറാണ് വരുന്നത്. നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്ന വിചിത്ര, അതായത് നമ്മൾ ആ മാമ്പഴ മഞ്ഞയിലൊക്കെ കൊണ്ടുവന്ന 850 ആയിട്ടുണ്ടല്ലോ, നല്ല സെയിലായിരുന്നു. ഒരുപാട് പേര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഒരു പീസ് എന്തോ ബാലൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഗ്രീൻ പീസ് മാത്രമേ അതിനകത്ത് അവൈലബിൾ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ പീസുകളും ഒരുപാട് പേര് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല റിവ്യൂ ആയിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് ആ ഒരു പീച്ചും ഒരു ഗ്രീനും ആ ഒരു 2 കളറിന്റെ കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ടയിലും ഹെവി ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. ദുപ്പട്ട നല്ല ലെങ്ത്തും നല്ല വീതി നീളം ഒക്കെയുള്ള ദുപ്പട്ട മെറ്റീരിയലിലും നല്ല വീതി നീളവും ഉണ്ട്. ബോട്ടം വരുന്നത് സെയിം ആയിട്ട് ബോട്ടം സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ വരുമ്പോൾ ഇത് വരും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്നത്. വിചിത്ര സിൽക്കിൽ വരുന്നിട്ടുള്ള മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുള്ള ഒരു 7 കളർ ഷെയ്ഡുകൾ വന്നിട്ടുള്ള ആയിട്ടാണ് നമുക്ക് വന്നേക്കണേ. അപ്പം നല്ല നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് എല്ലാം തന്നെ. റേറ്റും ഏറ്റവും അഫോർഡബിൾ ആണ്. 699 ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ഐറ്റം കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒത്തിരി പേര് ചോദിച്ചു, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, കൈക്ക് തന്നെ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൈക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു മുറിവ് വന്ന് അതിന്റെ ഭാഗമായിട്ട് നീര് വീങ്ങിയതായിരുന്നു. അപ്പോൾ ഒരു 2 ദിവസം ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പൊ കുറഞ്ഞു, നീരൊക്കെ കുറവായിട്ടുണ്ട്. അപ്പം അതാണ് പ്രശ്നം പറ്റിയത്. ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു. എല്ലാവരോടും മറുപടി പറയാൻ പറ്റിയില്ല. കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് നല്ല കളക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ സിൽക്കിന്റെ സാരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം നമ്മൾ വീഡിയോസിൽ അത് കൊണ്ടുവരാം കേട്ടോ. ടെസ സിൽക്കിന്റെ സാരി വന്നിട്ടുണ്ട്. കോട്ടൺ ചെക്ക് കോട്ടയിൽ വരുന്ന സാരീസ് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല കോട്ടൺ മെറ്റീരിയലുകൾ വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാ വീഡിയോസ് തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. കൊച്ചു ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ലിസ്റ്റിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കൂടെയുള്ളവർക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ ഐറ്റം മേടിച്ചിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം മതി. കാരണം നമുക്കത് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. കാരണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു പ്രൈസ് റേഞ്ചിൽ സാരീസിനെയും മെറ്റീരിയൽസിനെയും കളക്ഷനാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരാറ്. ആ മെറ്റീരിയലിന്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും നമ്മൾ ആ പറയുന്ന ഒരു ക്വാളിറ്റിയുള്ള ഐറ്റം മാത്രമേ നമ്മൾ തരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഷെയർ ചെയ്തൊരു സപ്പോർട്ട് ഉണ്ടാവണം. കാരണം മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞാലാണ് മറ്റുള്ളവരിലേക്ക് എത്തത്തുള്ളൂ. അപ്പം നിങ്ങൾ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല നല്ല കളക്ഷൻസ് മെറ്റീരിയൽസും സാരീസുമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ഓപ്ഷണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജീൻസിന്റെ ഒക്കെ ടോപ്പ് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, നെക്സ്റ്റ് ടൈം നമുക്ക് അതുകൂടി പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം. കാരണം നമ്മൾ എല്ലാം കൂടി ഉൾപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതെങ്കിലും 2 ഐറ്റം ആയിട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കൂട്ടവും കൂടി ചെയ്യാത്തത്. അപ്പൊ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് ഞാൻ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും കാര്യങ്ങൾ ചെയ്യും. പിന്നെ എന്താ പറയാ, ഒരുപാട് ഇതുവരെ സപ്പോർട്ട് ചെയ്തവർ ഒരുപാട് പേരാണ്. കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. ആ 1 വർഷത്തോളമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ തന്നെ സ്ഥിരം എടുക്കുന്ന ആളുകളുണ്ട്. കാരണം അവർ അത്രയ്ക്ക് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അവർ ആ സ്ഥിരം നമ്മളുടെ അടുത്ത് നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു റേഞ്ചിലേക്ക്, ഏറ്റവും കുറഞ്ഞ റേഞ്ചിലേക്ക് നമുക്ക് വീണ്ടും ഐറ്റംസ് നമ്മൾ ഒരുപാട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.